അർച്ചന ടീച്ചർ എന്ന് പറഞ്ഞ പടത്തിൽ ഞാൻ വർക്ക് ചെയ്യാം. പി എൻ മേനോനാണ് സാറാണ് സ്ക്രിപ്റ്റ്. അപ്പോൾ സത്യൻ അത് പറഞ്ഞിട്ടുണ്ടെന്നാണ്. നമ്മൾ രാവിലെ സ്റ്റുഡിയോയിൽ കുളിക്കും. ഉമാ സ്റ്റുഡിയോ പഴയ ഏഷ്യാനെറ്റ്. അതെ, ഏഷ്യാനെറ്റിൽ. അപ്പോൾ സ്റ്റുഡിയോയിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ 9-9:30 മണിയാകുമ്പോഴേ സാർ വരുള്ളൂ, സാർ വരുള്ളൂ. അപ്പോൾ ഷൂട്ടിംഗ് തുടങ്ങുന്ന തലേ ദിവസം വല്ല അതിനെക്കുറിച്ച് കഥയുണ്ട്. ഈ മധുസാറിന്റെ എടുത്ത സിനിമയാണ് ഉദയം പടിഞ്ഞാറെന്നുള്ളത്. അതെ അതെ അതെ, അത് മധുസാർ രാവിലെ എഴുന്നേക്കുമ്പം 9:30 മണി കഴിയും. അതുകൊണ്ടാണ് ഉദയം പടിഞ്ഞാറ് ടൈറ്റിൽ ഇട്ടതെന്നൊരു കഥയുണ്ട്. അതെ അതെ അതെ. അല്ല, സാറിൻ്റെ ഒരു രീതി അതാണ്. പക്ഷെ വന്നു കഴിഞ്ഞിട്ട് സാറ് സ്ക്രിപ്റ്റ് അത് കോറ കാഗസ് എന്ന് പറഞ്ഞ ഹിന്ദി പടത്തിൻ്റെ റീമേക്ക് ആയിരുന്നു ഈ അർച്ചൻ ടീച്ചറിന്. അപ്പോൾ അതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ സാറിൻ്റെ കയ്യിലുണ്ട്. അത് വെച്ച് സാറ് മലയാളത്തിലേക്ക് നമ്മളോട് പറഞ്ഞു തരിക. സാർ ഇതിൻ്റെ ഇടയിൽ മേക്കപ്പ് ചെയ്യും, ഇതിനിടയ്ക്ക് പത്രം വായിക്കും, നമ്മളെടുത്ത് ഡയലോഗ് പറഞ്ഞു തരും, അല്ലെങ്കിൽ സീൻ പറഞ്ഞു തരുമ്പോൾ നമ്മൾ എഴുതിയെടുക്കണം. സാറിൻ്റെ സ്വഭാവം വെച്ചിട്ട് റിപ്പീറ്റ് ചെയ്യില്ല. അതൊരു വലിയ ഇതല്ല. അപ്പം ഞാൻ ചിലതൊക്കെ എൻ്റെ സ്വന്തമായിട്ട് എഴുതി ചേർക്കും. ഓർമ്മയുണ്ടാവും, മൂപ്പർക്ക് ഓർമ്മ ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ ഏകദേശം മാച്ചാവുന്ന രീതിയിൽ. എന്നിട്ട് പിന്നെ പി എൻ മേനോൻ ഡയറക്ടർ മേനോൻ്റെ അടുത്താണ്. മേനോൻ സാറിന് പിന്നെ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതായിരുന്നു രീതി. അപ്പോൾ ഇങ്ങനെ പുലിമാരി ആൾക്കുള്ള ആൾക്കാരുടെ അടുത്ത് വർക്ക് ചെയ്തിട്ട് നമ്മൾ ഡയറക്ടറായി കഴിഞ്ഞപ്പോൾ അന്ന് മമ്മൂട്ടി മോഹൻലാലൊക്കെ സ്വാഭാവികമായിട്ടും ജൂനിയറാണ്. ഞങ്ങളുടെയൊക്കെ ഏകദേശം സമപ്രായക്കാരും ഒക്കെ ആണല്ലോ. മമ്മൂട്ടിയേക്കാളും മൂത്താണല്ലോ അല്ലേ പറയാണ്. അപ്പോൾ നമുക്ക് ആ ഫ്രീഡം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യം വരെ വെച്ച് സിനിമ ചെയ്യുമ്പോൾ വളരെ കംഫർട്ടബിൾ ആയിരുന്നു. ഇപ്പോൾ ന്യൂ ജനറേഷൻകാർ പറയുന്നില്ല, അവരുടെ കൂടെ ഒരേ പ്രായത്തിലുള്ളവർ സിനിമ ചെയ്യണമെന്ന് പറഞ്ഞ മാതിരി തന്നെയായിരുന്നു മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, അങ്ങനെ ആ ഒരു ജനറേഷൻ മുഴുവൻ നമ്മൾ പടം ചെയ്യുമ്പോണ്ടായിരുന്ന ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഫിൽമോഗ്രഫിയിൽ നേരത്തെ സ്മൃതി ചൂണ്ടിക്കാണിച്ച പോലെ, സുജയം പറഞ്ഞ പോലെ, ഈ മാറ്റം മറിച്ചിലുകൾ വല്ലാത്ത രീതിയിലുള്ള ഒരു ചലഞ്ചസ് അല്ലേ ഒരു പുതിയ പടം വരുമ്പോൾ. ഇപ്പം ഞാൻ എപ്പോഴും കമലിനോട് പറയുന്ന ഒരു കാര്യമാണ് മധുരം നൊമ്പരക്കാറ്റ്. എന്നെ സംബന്ധിച്ചിടത്തോളം കാറ്റ് എന്ന് പറയുന്നത് സിനിമയിലൊരു കഥാപാത്രമായത് മലയാളത്തിൽ ആദ്യമായിട്ടായിരിക്കും അല്ലേ. പക്ഷേ ഒരു സെക്കൻഡ് ഹാഫിനോട് എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ എങ്കിൽ പോലും ആ സിനിമയെ കൊണ്ടുവന്നിട്ടുള്ളൊരു ഫ്രഷ്നെസ്സോ അല്ലെങ്കിൽ ഒരു പുതിയ കാറ്റ് ഭയങ്കര ഭീകരമായിരുന്നു എന്നുള്ളത്. ഞാൻ ചോദിക്കുന്നത്, അങ്ങനെയുള്ള ഒരു കഥയിലേക്കൊക്കെ പോകുമ്പോൾ ഉണ്ടാകുന്ന ചലഞ്ച് എന്താ? ഇപ്പോൾ അവസാന പടം വലിയ രീതിയിൽ ക്ലിക്കായില്ലെങ്കിലും നമ്മുടെ കടലിൻ്റെ അടിയിലൊക്കെ ഷൂട്ട് ചെയ്യുന്ന രീതിയിലുള്ള വലിയ ചലഞ്ചസ് ഏറ്റെടുത്തല്ലോ. പ്രണയമീനുകൾ ഇത് അണ്ടർ വാട്ടറിൽ ഷൂട്ട് ചെയ്തത് ലക്ഷദ്വീപായിരുന്നു ഫുള്ളായിട്ട്. അല്ല, ഞാൻ പുതിയ ജോണർ നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒരു പടം ചെയ്ത് കഴിഞ്ഞാൽ അതേപോലത്തെ റിപ്പീറ്റ് ചെയ്യരുതെന്നുള്ളൊരു ആഗ്രഹമാണ്. അത് നല്ലതാണോ ചീത്ത എന്നുള്ളതല്ല നോക്കുക. അത് നല്ലതാണ്. കാരണം വെച്ചാൽ ഉണ്ണിയുടെ ഒരു കഥ പറയാം എന്ന് പറഞ്ഞിട്ട് പിന്നെ തുടർന്നൊരു സിനിമയില്ല, ആ രീതിയിലൊരു സിനിമയില്ല കമലിൻ്റെ അല്ലേ. ആ രീതിയിൽ ഒരു ബിബ്ലിക്കൻ ഒരു ഇത് പിടിച്ചിട്ട്. പക്ഷെ നർമ്മത്തിൽ പക്ഷേ അത് തുടർച്ചയായിട്ട് അത് കുറേ വന്നു ഒരു അല്ല. പക്ഷെ അത് നല്ലതാണ്. നർമ്മത്തിനൊരു പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള എത്രയോ. അപ്പോൾ അയാൾ കഥ എഴുതുകയാണ്, നല്ല സിനിമയായിരിക്കുമ്പോഴും അതിൻ്റെ ഒരു ധാര വളരെ നല്ല മനോഹരമായ നർമ്മമാണ്. അഴകിയ രാവണൻ, പെരുവണ്ണാപുരം തൊട്ട് പിന്നെ ഒരു പാവം രാജകുമാരൻ. അത് ഞാൻ പറയാം, 89 പെരുവണ്ണാപുരം, അന്ന് അത് തന്നെ പ്രാദേശിക വാർത്ത, പാവം, തൂവൽ സ്പർശം, ശുഭയാത്ര, പൂക്കാലം വരവായി, പിന്നീട് വിഷ്ണുലോകം ഉള്ളടക്കമൊക്കെ വേറിട്ട ഒരു സിനിമയാണെങ്കിൽ തന്നെയും പിന്നീട് പിന്നെ മഴയത്തും മുമ്പേ, അഴകിയ രാഘവണൻ, കൃഷ്ണകുടിയിലൊരു പ്രണയകാലത്ത് ഒക്കെ ഒരു ഹ്യൂമർ ടച്ചുള്ള. പക്ഷേ ഈ നർമ്മത്തിൽ തന്നെ ഇപ്പൊ കാലത്തിനനുസരിച്ച് നർമ്മത്തിലും മാറ്റം വന്നല്ലോ. ഇപ്പം അയാൾ കഥ എഴുതുകയാണെങ്കിൽ നർമ്മം, ഇപ്പോൾ നർമ്മം എന്ന രീതിയിൽ ഞാനൊന്നും ആസ്വദിക്കില്ല, അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അതിനോട് എങ്ങനെയാണ് കാലത്തിനനുസരിച്ച് ആ ഒരു മാറ്റം താങ്കളിലും ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടാവണം. അത് ശരിയായിരുന്നില്ല എന്ന് ഇപ്പോൾ തോന്നുന്നു. അല്ല, ഞാൻ പറയാറുണ്ട് അതിനകത്ത്. പ്രത്യേകിച്ചും എനിക്കറിയാം എന്തുകൊണ്ടാണ് സ്മൃതി ചോദിച്ചത്. കാരണം ഒരു സ്ത്രീ വിരുദ്ധമായിട്ട് തോന്നാവുന്ന ഒരു സംഭവമാണ്. പക്ഷേ ഈ സാഗർ കോട്ടപ്പുറം എന്ന് പറയുന്ന ക്യാരക്ടറിനെ അങ്ങനെ ഡിഫൈൻ ചെയ്യുമ്പോൾ ഇയാൾ സ്ത്രീവിരുദ്ധനായിട്ടുള്ള ഒരാളാണ്. കാരണം അങ്ങനത്തെ നോവലുകൾ എഴുതുന്ന ആളാണ്. അതുകൊണ്ടാണ് ഈ ഗസറ്റഡ് യക്ഷി എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ നോവൽ എഴുതുന്നത് സ്ത്രീനെ ഏറ്റവും കൂടുതൽ മോശമായിട്ട്. അയാൾ ആ രൂപത്തിൽ കാണാം, പക്ഷേ അതൊരു മാതൃകയാക്കി അതിങ്ങനെ ആസ്വദിച്ച് തന്നെ പറയുന്ന ഒരു ആൾക്കാരും ഉണ്ടല്ലോ. അപ്പോൾ അത് ഏത് രൂപത്തിൽ അത് കൺസീവ് ചെയ്യുന്നു എന്നുള്ളൊരു പ്രശ്നം വരുന്നുണ്ട്. അല്ല, ഞാൻ അതിനെ എതിർത്തിട്ടാണ് എപ്പോഴും സംസാരിക്കാറ്. കാരണം അങ്ങനെ ഒരു സിനിമ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ സ്ത്രീവിരുദ്ധമായ സിനിമയോ അല്ലെങ്കിൽ ഈ സവർണ തമ്പുരാന്മാരുടെ സിനിമ അധികം ചെയ്തിട്ടില്ല. അതിപ്പോൾ ഭാഗ്യമായിട്ട് കണക്കാക്കി ഇതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് സ്ത്രീവിരുദ്ധമായ ഒരു സിനിമ ഇത് തന്നെയാണ്, ഞാൻ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് അത്. പക്ഷേ അങ്ങനത്തെ ഒരു ക്യാരക്ടറും നമ്മൾ പറയില്ല, സാഗർ കോട്ടപ്പുറം എന്ന് പറയുന്ന ഒരാൾ തന്നെ പുരുഷൻ ഒരു ഇതുള്ള ഒരാളാണ്, ഒരു മെയിൽ ഡോമിനിസ്റ്റിക് അങ്ങനെ ഒരു ഇത് ചെയ്യുന്നൊരു ക്യാരക്ടറാണ്. അപ്പോൾ അയാളുടെ ഒരു ഇത് വെച്ചിട്ടാണ് ആ സിനിമ നമ്മൾ ഡിഫൈൻ ചെയ്തത്. പിന്നെ ആണെങ്കിൽ അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയത് ശ്രീനിവാസനാണ്, കഥ സിദ്ദീഖിൻ്റെയാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രോജക്റ്റ് വന്നതാണ്. ശരിക്കും ആണെങ്കിൽ എന്താ പറയുക, നമ്മളായിട്ട് അങ്ങനെ ഈ സിനിമ ചെയ്യണമെന്ന് പറഞ്ഞ് വന്നൊരു സിനിമയല്ല അയാൾ കഥ എഴുതുകയാണ്.
മാത്രമല്ല, പക്ഷേ അയാൾ കഥ എഴുതുകയാണ് എന്നുള്ളതിനകത്ത് കഥാപാത്രത്തെ മോഹൻലാൽ അവതരിപ്പിക്കുന്ന സമയത്ത് മോഹൻലാൽ വേറൊരു ഇമേജിൽ നിൽക്കുന്ന കാലഘട്ടത്തിലാണ്. അത് രസകരമായിട്ട് അല്ല, അതിനകത്ത് വളരെ കൃത്യമായി ഈ പറയുന്ന മഞ്ഞപ്പത്രത്തിന്റെ ഒരു ഇൻഡസ്ട്രിയെ കുറിച്ചും ആ ഇൻഡസ്ട്രി എഴുതുന്ന ആളുകളുടെ വ്യക്തി ദോഷങ്ങളെ കുറിച്ചും ഒക്കെ കൃത്യമായി പറഞ്ഞുകൊണ്ടാണ് ആ കഥാപാത്രത്തിന് ആ പറയുന്ന റോൾ കൊടുക്കുന്നത്. അതെ, അത് ഞാൻ പറഞ്ഞു. ഇപ്പോൾ എനിക്ക് ആദ്യം മത്തിക്കച്ചവടമായിരുന്നു, അത് കഴിഞ്ഞ ശേഷം റബ്ബർ അത് കഴിഞ്ഞിട്ടാണ് സാഹിത്യത്തിലേക്ക് ഇറങ്ങുന്നത്.